നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഒരു ഫാക്ടറിയിൽ എപ്പോഴാണ് നിർബന്ധമായിട്ടും ഒരു സേഫ്റ്റി ഓഫീസർ വേണ്ടത് അല്ലേ? ഇതിനെക്കുറിച്ചിട്ട് പലർക്കും കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ നിയമപ്രകാരം, അതായത് ഫാക്ടറീസ് ആക്ട് പ്രകാരം പ്രധാനം 2 സാഹചര്യങ്ങളാണ് ഒരു സേഫ്റ്റി ഓഫീസറുടെ സേവനം ശരിക്കും പറഞ്ഞാൽ നിർബന്ധമാകുന്നത്. അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ എണ്ണം, രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകട സാധ്യതയുള്ള ജോലികൾ. അതായത് ഈ തൊഴിലാളികളുടെ എണ്ണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറിയിൽ 1000-ഓ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ അപകട സാധ്യതയുള്ള ജോലികളെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം 1000-ൽ കുറവാണെങ്കിൽ പോലും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് ഈ മാനുഫാക്ചറിങ് പ്രോസസ്സുകളൊക്കെ വളരെയധികം അപകട സാധ്യത ഉള്ളതാണെന്ന് നമ്മുടെ സർക്കാരിന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയും ഒരു സേഫ്റ്റി ഓഫീസറിനെ നിയമിക്കാൻ സർക്കാർ സാധാരണ നിർദ്ദേശിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കത്തിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അപകട സാധ്യതകളൊക്കെ ഒഴിവാക്കുന്നതിനും നിയമം അനുശാസിക്കുന്ന ഒരു പ്രധാന തസ്തികയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സേഫ്റ്റി ഓഫീസറുടെ യോഗ്യതകളെക്കുറിച്ചിട്ടോ അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചിട്ടോ കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി.